ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമമായ മഹാകുംഭമേള തുടങ്ങിയിട്ട് ഒരു മാസം എത്തുകയാണ്. അവിടെ നിന്ന് മഹാത്ഭുതങ്ങളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നതും കാണാൻ കഴിയുന്നതും. ഇതൊരു വലിയ പുണ്യ സ്നാനമായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും അനുഭവപ്പെടുന്നു എന്നാണ് ഇതിൽ പങ്കെടുത്ത ഏവരും പറയുന്നത്. ഇത് ഇന്ത്യക്കാർ മാത്രമല്ല, ലോകമെമ്പാടുമുള്ളവരാണ് ഇതിൽ പങ്കാളികളായിരിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ നാസയിലെ ഒരു സയൻറ്റിസ്റ്റ് ഒരാകാശ കാഴ്ചയുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇൻസ്റ്റാഗ്രാമിലും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ നാസയുടെ ആളുകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ലോകം ശ്രദ്ധിക്കുമല്ലോ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് അത് കണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുംഭമേള ഇങ്ങനെ 10-12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുറച്ച് ആളുകൾ വന്ന് പോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു 10-50 കോടി ആളുകൾ ഒരു മാസക്കാലം ഒരു 15 കിലോമീറ്റർ നദിയുടെ തീരത്ത്, വലിയ നദിയുടെ 15 കിലോമീറ്റർ തീരത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ദിവസം വന്നു പോകുന്നത്. 10-30 ദിവസം കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ മതത്തിൽപ്പെട്ടവർ, വിവിധ ജാതിയിൽപ്പെട്ടവർ, മറ്റ് വിശ്വാസ പ്രമാണങ്ങളിൽ ജീവിക്കുന്നവരൊക്കെ അവരാണ്. ഇപ്പോൾ വിദേശത്തു നിന്ന് വരുന്നവരുന്ന ഹിന്ദുക്കളൊന്നും അല്ലല്ലോ, മറ്റ് വിശ്വാസ പ്രമാണങ്ങളിലൊക്കെ ഉള്ളവരാണ്. അങ്ങനെയുള്ളൊരു മഹാഭൂരിപക്ഷം ഭൂട്ടാൻ രാജാവ് വന്നിട്ട് പോയി, പ്രധാനമന്ത്രി അവിടെ പോയിരുന്നു, പിന്നെ പ്രമുഖമായ നേതാക്കളെല്ലാം അവിടെ പോകുന്നു. ഒരു മഹാസംഭവമായി മാറിയിട്ടുണ്ട്. കാരണം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആ മേളയുടെ വീഡിയോ ടി വിയിലൊക്കെ കാണുമ്പോൾ ഈ നാഗസന്യാസിമാരൊക്കെ ഉണ്ടല്ലോ, അവർ വളരെ ദൂരെ നിന്ന് വന്നിട്ട് ആ വെള്ളമൊക്കെ കാണുമ്പോൾ അവരെടുത്ത് വല്ലാതെ അവർക്കൊരു വലിയൊരു അനുഭൂതിയാണ് എല്ലാവർക്കും കിട്ടുന്നത്. അപ്പോൾ അതൊരു നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുമല്ലോ. നമ്മളെപ്പോഴും ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്നൊക്കെ പറയുമല്ലോ. പക്ഷെ മനുഷ്യന് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആഹാരവും വസ്ത്രവും മറ്റു കാര്യങ്ങളും വാഹനവും അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുന്നതല്ല സ്വാതന്ത്ര്യം. അല്ലെങ്കിൽ ഇഷ്ടമുള്ള എഴുതുന്നതെന്ന് മാത്രമല്ലല്ലോ സ്വാതന്ത്ര്യം. അവൻ്റെ ഒരു ആത്മീയമായാലും ഭൗതികമായാലും ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ കിട്ടുന്നൊരു അവസരമെന്ന് വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ്. സ്ത്രീകൾ, കുട്ടികൾ, എത്ര ആളുകളാണ് അവിടെ പോയി ഇത് സ്നാനം ചെയ്യുകയും അതിനുശേഷം അവർ കൊടുക്കുന്ന ഇൻ്റർവ്യൂകളൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും, ഇപ്പോൾ ഫിലിം സ്റ്റാർസ്, ഇന്ത്യൻ ക്രിക്കറ്റിലെ മുഴുവൻ താരങ്ങളും പോയിട്ടുണ്ടെന്ന് പറയാം. മുഴുവൻ ആളുകൾ, ഹോളിവുഡിലെ നല്ലൊരു ശതമാനം ആളുകൾ അവിടെ ഉണ്ട്. പിന്നെ വ്യവസായികളുണ്ട്, ധാരാളം ആളുകൾ. നമ്മൾ ചെറിയ ആളുകളല്ല അവിടെ, കുറച്ച് സന്യാസിമാരോ സ്വാമിമാരോ മാത്രമല്ല അവിടെ പോയിരിക്കുന്നത്. വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല വിദ്യാഭ്യാസമുള്ള പ്രൊഫസർമാർ, പിന്നെ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അതിന് മഹാഭൂരിപക്ഷം ആളുകളും അവിടെ പോയി ഇത് ആഘോഷിക്കുകയും സ്നാനം ചെയ്യുകയൊക്കെ ചെയ്യണം. അത് എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് ഇനി ചരിത്രം രേഖപ്പെടുത്തും. ഇത് കഴിയുമ്പോൾ ഗിന്നസ് റെക്കോർഡിൽ നിന്ന് നിന്നാൽ പോരാ, ലോക റെക്കോർഡായിട്ട് ഇത് വളരെ വലിയൊരു കാരണം ഒരു ചെറിയ കാലയളവ് കൊണ്ട് ഇത്രയും കോടി ജനങ്ങൾ ഒരു സ്ഥലത്ത് വന്ന് അവിടെ വേറെ തമാശ, അവിടെ ക്ഷേത്രമുണ്ടോ? ഇല്ലല്ലോ, ക്ഷേത്രങ്ങളില്ലല്ലോ. ഒരു നദിയിൽ മുങ്ങാനാണ് വരുന്നത്. എന്താണ് അപ്പം നദിയുടെ ഒരു ആത്മീയ പ്രാധാന്യം? എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വിശ്വാസമല്ലേ, ദേവാസുര കഥയൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല. അപ്പോൾ അത്രയും നൂറ്റാണ്ടുകൾക്കുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള എല്ലാ ആളുകളും വരണമെങ്കിൽ അതൊരു വല്ലാത്ത വിശ്വാസമല്ലേ. അതിനെ നമ്മൾ അന്ധവിശ്വാസമെന്നോ അല്ലെങ്കിൽ അനാചാരം എന്നൊക്കെ പറഞ്ഞ് എഴുതിത്തള്ളാൻ പറ്റും. അത് പഠിക്കുകയല്ലേ ചെയ്യേണ്ടത്, അത് ഗവേഷണം നടത്തുകയാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ജനങ്ങളെ ലോകത്തിനെ ആകെ അങ്ങോട്ടേക്ക് ആകർഷിച്ചിരിക്കുന്നത്? ഒരു സമൂഹത്തെ ആകെ അങ്ങോട്ട് ആകർഷിച്ചിരിക്കുകയല്ലേ. ഇപ്പോൾ സാധാരണ കുംഭമേളയ്ക്ക് ഈ പറഞ്ഞതുപോലെ 50 കോടി എന്നൊക്കെ ആദ്യം അവർ പറഞ്ഞിട്ട് ആൾ കുറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു വാർത്ത? നമ്മൾ ഇവിടുത്തെ ചാനലുകളും മാധ്യമങ്ങളൊക്കെ എന്തായിരുന്നു ആഘോഷിച്ചേന്? കുംഭമേളയിൽ ഇതാ ഇത്രയും കോടി വരുമെന്ന് പറഞ്ഞാൽ അവിടെ ആരുമില്ല എന്ന് പറഞ്ഞാൽ അത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലേ കാണിക്കുകയുള്ളൂ. ഇതിപ്പോൾ ദിവസവും എന്തുമാത്രം ആളുകളാണ് വരുന്നത്. അത് തന്നെ ഒരു ജനസാഗരമാണ്. സാഗരമല്ലേ. നമ്മൾ ചിത്രങ്ങൾ കാണുമ്പോഴേ നമുക്ക് ഞെട്ടുകയാണ്. എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നവർ? ഇത്രയും പേർക്ക് ലാട്രിൻ, അതുപോലെ തന്നെ കുളിക്കാൻ ആറ്റിലെ സൗകര്യം, നദിയുണ്ടെന്ന് പറയാം. പരിസ്ഥിതിക്ക് യാതൊരു അത് കുഴപ്പമില്ല, പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ടുണ്ട്. വളരെ പരിസ്ഥിതി സൗഹൃദമായിട്ടാണ് പോയിരിക്കുന്നത്. ഇവിടെ ട്രംപ് പ്ലാസ്റ്റിക് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ആവശ്യം പോലെ പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിച്ചോളൂ എന്നാണ് ട്രംപ് പറയുന്നത്. ഈ സാധാരണ ജനഹിതത്തിനെല്ലാം വിരുദ്ധമായിട്ടാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ വിരുദ്ധമായി ഒരുപാട് കുഴിച്ചോളൂ, പാരീസ് ഉടമ്പടി ഇല്ല, പുള്ളി കാലാവസ്ഥാ വ്യതിയാനം ഇല്ല, നിങ്ങൾ എന്തും ചെയ്തോളൂ, കോവിഡിന് കുഴപ്പമാണ്, നിങ്ങൾ എന്തും ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ലോകത്തിൽ നിൽക്കുന്നു. നമ്മളപ്പോൾ ലോകത്തോട് കൊടുക്കുന്ന സന്ദേശം എന്താണ്? സമാധാനത്തിൻ്റെ സന്ദേശമാണ്. നിങ്ങളുടെ ഭൗതികമായ ജീവിതം എല്ലാം ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് മാറ്റിവെക്കൂ. നിങ്ങളുടെ സ്ട്രെസ്സും ടെൻഷനും ബന്ധങ്ങളും എല്ലാം മാറ്റിവെക്കൂ. എന്നിട്ട് നിങ്ങൾ ഈ സാഗരത്തിലേക്ക് വരൂ.
നിങ്ങൾ ഈ ഇത് കാണൂ, ഇത് കണ്ടിട്ട് അതിൻ്റെ ഭാഗമാകുമെന്നല്ലേ ലോകത്തിനോട് നമ്മൾ പറയുന്ന സന്ദേശം. അത് വലിയൊരു സന്ദേശമല്ലേ സാർ, ചെറിയ സന്ദേശമല്ല. ഇനിയിപ്പം ഈ മകരസംക്രമം മുതലാണ് ഇത് ആരംഭിച്ചത്. അതെ, ഇത് മഹാശിവരാത്രിയോടുകൂടി അവിടെയാണ് അവസാനിക്കുക. ഇനിയിപ്പം വീണ്ടും തിരക്ക് കൂടും, ആളുകളുടെ തിരക്ക് കൂടാനുള്ള സാധ്യത. ശിവരാത്രി നാളുകളിൽ അവിടെ വലിയ മഹാത്ഭുതം സംഭവിക്കുമെന്ന് അതെ പറയുന്നത്. വളരെ, കാരണം ഇതൊരു ആത്മീയ സ്ഥലമല്ലേ സാർ, ആത്മീയ ചൈതന്യമുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ ഇപ്പം നമ്മൾ മൊത്തം എടുത്ത് കേദാർനാഥ്, ബദരിനാഥ്, ഈ പറയുന്ന ഗംഗോത്രി, യമുനോത്രി, ഇതെല്ലാം വളരെ സ്പിരിച്വൽ ലാൻഡാണ്. നമ്മൾ അതിൻ്റെ ഊർജ്ജം ഉണ്ടാവാതിരിക്കുമല്ലോ സാർ, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവാതിരിക്കില്ലല്ലോ. എവിടെയായാലും പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഉണ്ടല്ലോ, ഒരു സ്പിരിച്വൽ എനർജി ഉണ്ട്. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു മഹാശിവരാത്രി നാൾ അവിടെ സ്നാനം നടത്തുമ്പോൾ അത് പ്രത്യേക ചില അനുഭൂതിയിലേക്ക് പോകും. അത് കുറച്ചുകൂടി ആത്മസാക്ഷാത്കാരം കിട്ടുന്നതായിട്ടാണ് ആത്മീയമായി ചിന്തിക്കുന്ന വഴിയിൽ പറയുന്നത്. അപ്പോൾ അതിനും നല്ല തിരക്കായിരിക്കും. അവിടെ ഇരുന്ന് ഉറക്കമൊഴിയുക, പ്രാർത്ഥിക്കുക, ഇതിൽ സ്നാനം ചെയ്യുക, അവിടുത്തെ ഭക്ഷണം കഴിക്കുക. ഇപ്പം ഞാനിപ്പോൾ അന്നദാനമൊക്കെ നടത്തുന്നുണ്ടല്ലോ. നമ്മൾ സാധാരണ അമ്പലത്തിൽ അന്നദാനം നടത്തുന്നു. ഇവിടെ കേരളത്തിൽ പോലും വീട്ടിൽ ഭക്ഷണം കഴിക്കുക എല്ലാ തരമാണോ പോകുന്നത്? അല്ലല്ലോ. ആ ഉച്ചയ്ക്ക് നിന്ന് 12 മണിക്ക് 1 മണിക്ക് നല്ല വെയിലത്ത് നിന്ന് ക്യൂ നിന്ന് നിൽക്കുന്ന, ഇപ്പം ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെ 2 അമ്പലങ്ങളിൽ അന്നദാനമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അതുവഴി പോയപ്പോൾ 12 മണി സമയത്ത് അമ്മമാരും നല്ല പ്രായമുള്ളവരാണ് ഈ ക്യൂവിലൊക്കെ നിൽക്കുന്നത്, ചേട്ടന്മാരും ഒക്കെ. അപ്പം ഞാൻ ഇവർക്ക് വീട്ടിൽ പക്ഷേ നഗരത്തിലല്ലേ, പക്ഷേ അതല്ല എൻ്റെ വിശ്വാസം. ഇത് നമ്മൾ അറിയണ്ടേ, ഇത് പഠിക്കുക. അവരെ തള്ളിപ്പറഞ്ഞാൽ മതി നമ്മൾ. അപ്പോൾ അവരെല്ലാം മണ്ടന്മാരാണ്, അന്നദാനം പോയി കഴിച്ചു, അതും തോന്നുന്നു അന്നദാനം അവിടെ കൊടുക്കുന്നതെന്ന് സാധാ സാമ്പാറോ അവിയലും എന്തെങ്കിലും ഒരു ചോറോ അല്ലേ കൊടുക്കത്തുള്ളൂ, കുറച്ച് കാര്യങ്ങൾ കൊടുക്കത്തുള്ളൂ. പക്ഷേ എന്നാലും അത് കിട്ടുമ്പോൾ കിട്ടുന്നൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഒരു മാനസിക സംതൃപ്തി ഉണ്ടല്ലോ നമ്മൾ ജീവിക്കുന്നതിനകത്ത്. അപ്പോൾ അത് കിട്ടും ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ. അതാണ് നമ്മൾ അനുഭവിക്കുന്ന അനുഭൂതി. അത് എനിക്ക് കിട്ടുന്നത് സാറിന് പറഞ്ഞുതരാൻ പറ്റില്ല എങ്ങനെ കിട്ടുമെന്ന്. ഈ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം, ഈ ഇത്രയും കോടികൾ ജനങ്ങൾ അവിടെ സ്നാനം നടത്തുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ ആ ജലം മലിനമല്ലേ എന്നൊരു ചോദ്യം അവിടെ ഉയരും. അല്ല, അതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റ് സോപ്പും മറ്റ് കാര്യങ്ങളൊന്നും കൊണ്ടിട്ട് എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല നല്ല ഒഴുക്കുള്ളൊരു സ്ഥലമാണല്ലോ, നന്നായി യന്ത്രസഹായത്താലാണ് അത് ക്ലീൻ ചെയ്യുന്നത്. യന്ത്രസഹായത്താൽ ക്ലീൻ ചെയ്യുന്നു. ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് വോളണ്ടിയേഴ്സിനെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മൊബിലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു അൺഹൈജീനായിട്ടുള്ള ഒരു വാർത്ത നമ്മൾ കാണുന്നില്ലല്ലോ. അങ്ങനെ ഒരു വാർത്തയും വന്നിട്ടില്ല. അല്ലേ വരും. ഇതിപ്പോൾ എന്തായാലും ഉണ്ടേ വരും. ഈ സന്യാസിമാർ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഒരു തുണി കൊടുത്തോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്ന അല്ലാതെ വേറെ ഒരു നെഗറ്റീവ് വാർത്ത അവിടെ നിന്ന് ഇതുവരെ ആരും ലോഡ് ചെയ്തിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് ഇതൊരു UP ഗവൺമെൻറ്റിനെ അടിക്കാൻ പറ്റുമോ, BJP അടിക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചാനലുകൾ ഉണ്ടല്ലോ. ആ ചാൻസ് അവർ ഉപയോഗിക്കും. നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു പുഴയിലല്ല കുളിക്കുന്നത് അല്ലേ. നമ്മൾ തന്നെ ഒരേ സമയം ഇറങ്ങുമ്പോൾ വെള്ളം ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഇതിലാണ് നമ്മൾ കുളിക്കുന്നത്. കെട്ടിയിട്ട കുളത്തിലല്ലല്ലോ കുളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ പരിശുദ്ധിയും കാരണം മാത്രമല്ല ഗംഗ ആക്ഷൻ പ്ലാൻ വെച്ചിട്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തില്ല. ഇപ്പം ഡെഡ് ബോഡി ഒന്നും വിടാൻ പറ്റത്തില്ല. ജലസമാധി ഇപ്പം ഇല്ലല്ലോ, നിരോധിച്ചല്ലോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് വലിയ ഒരു ആത്മീയ നഗരമായി മാറി, ആത്മീയ പ്രദേശമായി മാറി. പിന്നെ നമ്മൾ വേറൊരു വശം നോക്കിക്കഴിഞ്ഞാൽ ഈ ജലം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഒന്നാണ്. മനുഷ്യൻ്റെ ശുദ്ധി, നമ്മുടെ ശരീരത്തിൽ 70% വെള്ളം, രക്തത്തിൽ 90% വെള്ളം, ജലമാണല്ലോ മുഴുവൻ ശുദ്ധീകരിക്കുന്നത്. അതെ. അപ്പോൾ ജലത്തിൻ്റെ പ്രാധാന്യം, അതുകൊണ്ടല്ലേ സമാധി ജലത്തിൽ പോയി തീർത്ഥാടനം എന്നല്ലേ നമ്മൾ പറയുന്നത്. തീർത്ഥത്തിലേക്ക് തേടിയുള്ള അടനമാണ്, തീർത്ഥത്തിലേക്കുള്ള യാത്രയാണ് തീർത്ഥാടനം എന്ന്. അപ്പോൾ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനഃശുദ്ധി, ശരീരശുദ്ധി ഒക്കെ വരുന്നതിനാണ് നമ്മൾ ഈ പുണ്യസ്ഥലം. ശരീരശുദ്ധി വരുത്താൻ നമ്മൾ വീട്ടിൽ കുളിക്കും, സാധാരണ ആറ്റിൽ പോയി കുളിക്കും. മനഃശുദ്ധിയും കൂടെ വരുത്താനാണ് ഇവിടെ പോകുന്നത് ആത്മീയ. ഇതാണ് വ്യത്യാസം എന്നോട് ചോദിച്ചാൽ. ഇപ്പോൾ കരമന നദിയിൽ പോയി കുളിച്ചാൽ നല്ല നദിയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ശരീരശുദ്ധി കിട്ടും. പക്ഷേ അത് കുറച്ചുകൂടി ഒരു പുണ്യസ്ഥാനത്ത് പോയി കുളിച്ചാൽ ആത്മീയ ശുദ്ധി കൂടെ കിട്ടും. ഇതാണ് വിശ്വാസം. അതുകൊണ്ടാണ് അവിടെ ആൾ പോകുന്നത്. അല്ലെ വെള്ളം ഇവിടെ വീട്ടിൽ കുളിച്ചാൽ പോരെ, അല്ലെങ്കിൽ വീട്ടിൻ്റെ അടുത്തുള്ള നദിയിൽ കുളിച്ചാൽ പോരെ. കുംഭമേള സ്ഥലത്ത് പോയി കുളിക്കുന്നതിന് ആളുകൾ അതിൻ്റെ വിശ്വാസം. അവിടെ ചെല്ലുമ്പോൾ ആത്മശുദ്ധി കിട്ടും, ആത്മശാന്തി കിട്ടും, മനസ്സിനും കൂടി ഒരു വേറൊരു തലം കിട്ടും. ഇപ്പോൾ ശബരിമല ചെല്ലുന്നതെന്ന് പറയുമ്പോൾ ശബരിമല അയ്യപ്പൻ്റെ അടുത്ത് നീക്കുമ്പോൾ കിട്ടുന്ന മാനസിക സന്തോഷം ഉള്ളതുകൊണ്ടാണല്ലോ ആളുകൾ അവിടെ പോകുന്നത്. അല്ലേ പോവില്ലല്ലോ. ഇപ്പോൾ ദീപാരാധന സമയത്ത് തുറക്കുമ്പോൾ ദീപാരാധന സമയത്ത് ആളുകളെ തൊഴാൻ ഭയങ്കര തിരക്ക് കൂട്ടും. എന്തിനാണ്? അപ്പോഴെ കിട്ടുന്നൊരു ചൈതന്യം കിട്ടുന്ന മനസ്സിന് കിട്ടുന്ന ഒരു ഫീലാണത്. അത് 2 മിനിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമല്ലോ, ദീപാരാധന കഴിയുന്ന ആ ഫീൽ തീരും. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ മനസ്സല്ലേ സാർ ഇതെല്ലാം. അപ്പോൾ വലിയ ശിവരാത്രിയോടനുബന്ധിച്ച് വലിയ ആഘോഷവും കാര്യം. സന്യാസിമാരെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്. എല്ലാവരും വലിയ ആളുകളാണ്. ഒരാളും ആത്മീയാന്വേഷണം നടത്തുന്ന ഒരാളും തിരിച്ചു വന്നിട്ട് പറഞ്ഞിട്ടില്ല ഇത് തട്ടിപ്പാന്ന് പറയുന്ന ആരാ? അന്വേഷണം നടത്താത്തവരാണ് സാർ. ആ ഭാഗം വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കുക. ഇന്ന് വരെ
മാനവരാശി ഉണ്ടായിട്ട് ഇന്ന് വരെ ഏത് മതത്തിലും ആയിക്കോട്ടെ ആത്മീയ അന്വേഷണം നടത്തിപ്പോയ ഒരാൾ പോലും തിരിച്ചു വന്ന് പറഞ്ഞിട്ടില്ല ഇത് തട്ടിപ്പാണ് എന്ന്. സാർ ആരെങ്കിലും ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരാളെ വായിച്ചിട്ടില്ല. അത് അന്വേഷിക്കാത്ത യുക്തിവാദിയാണ് മാറിയെന്ന് പറയുന്നത്, കഴിക്കാത്തവനാണ് പറയുന്നത്. ദോശ കഴിച്ചു വെച്ചതിനാണ് ദോശയുടെ ദോഷം പറയുന്നത്. കഴിച്ചവരാരും എന്ത് ചെയ്യുന്നില്ല, ഇത് കുഴപ്പമാണെന്ന് പറയുന്നത്. അപ്പോൾ കഴിച്ചവർ പറയുന്നതല്ലേ നമുക്ക് വിശ്വാസം. അതാണ് പ്രധാനം.